Hi NEET aspirants, this is ASR from RKNX. NEET 2023 ബയോളജിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ചോദ്യം ഇതാണ്. The first menstruation is called as. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മെനോപോസ്, ഡയപോസ്, മെനാർക്ക് ആൻഡ് ഓവുലേഷൻ. അപ്പൊ ഫസ്റ്റ് മെൻസ്ട്രേഷൻ നമ്മൾ എന്താ വിളിക്കുക? പെൺകുട്ടികൾ പ്യൂബർട്ടി എത്തുന്ന സമയത്ത്, അതായത് അവരുടെ 11 to 15 വയസ്സിന്റെ ഇടയിൽ അല്ലെ അവർക്ക് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് മെനാർക്ക് അല്ലെ. അതെന്താണ്? അത് മെനാർക്കാണ്. അപ്പൊ ഏകദേശം നമ്മളൊരു 50-ആം വയസ്സ് എത്തുമ്പോൾ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യും അല്ലെ. നമ്മുടെ ശരീരത്തിൽ അത് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണടാ? അതാണ് മെനോപോസ് എന്ന് പറയുന്നത് അല്ലെ. ഓവുലേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ? അതായത് 14th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിളിൽ മെച്യൂർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ഓവം അഥവാ എഗ്ഗിനെ റിലീസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഡയപ്പോസ് എന്ന് പറഞ്ഞാല്? അല്ലെ, നമ്മൾ അധികം കേട്ട് പരിചയമില്ലാത്തൊരു വേർഡാണ് ഡയപ്പോസ് എന്ന് പറയുന്നത്. എന്താ ഡയപ്പോസ്? അതായത് ചില ഓർഗാനിസംസിന് അൺഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഒക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല അവരുടെ ബോഡി ഒരു ഡോർമൻ സ്റ്റേറ്റിൽ പോകുന്നു. അതിനെയാണ് നമ്മൾ ഡയപ്പോസ് എന്ന് പറയാം. അപ്പൊ ആ ഒരു ഡോർമൻസി പീരീഡിൽ അവരുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ എന്താണ്? താൽക്കാലികമായിട്ട് അവിടെ നിൽക്കും അല്ലെ. അതായത് സീസ് ചെയ്യപ്പെടുന്നുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡയപ്പോസ് എന്ന് പറയാം. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഫസ്റ്റ് മെൻസ്ട്രേഷൻ എന്താ വിളിക്കുക എന്നല്ലേ. അതിന്റെ ആൻസർ കൃത്യമായിട്ട് മെനാർക്ക് എന്നാണ്. ഓക്കെ, ഇൻ കേസ് നിങ്ങളോട് ചോദിക്കുകയാണ് 50-ആം വയസ്സിലെ സ്ത്രീകളിൽ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു, അതിനെന്ത് വിളിക്കുന്നു ചോദിച്ചാൽ എന്ത് എഴുതും? മെനോപോസ് എന്ന് എഴുതും കേട്ടോ. ഓക്കെ, പഠിച്ചു വെച്ചോളൂ.